ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? മാനുഫാക്ചറിംഗ് കോസ്റ്റ് വേരിയൻസിന്റെ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഡിസ്കസ് ചെയ്തു, ലേബർ കോസ്റ്റ് വേരിയൻസ് ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത് മൂന്നാമത്തെ കാര്യം വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ആണ്. അപ്പോ വേരിയബിൾ ഓവർഹെഡ് എന്താണ്? വേരിയബിൾ ഓവർഹെഡ് നമ്മുടെ കമ്പനിയിൽ പലതരം വേരിയബിൾ ആയിട്ടുള്ള ഓവർഹെഡുകൾ ഉണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഒരു വേരിയബിൾ ആണ്, വേരിയബിൾ ഓവർഹെഡ് ആണ് അല്ലെ. അപ്പോ ഇലക്ട്രിസിറ്റി കോസ്റ്റ് ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിലേ അത് ചിലപ്പോ റേറ്റ് കൂടാം, ചിലപ്പോ യൂസ് ചെയ്യുന്ന യൂണിറ്റിന്റെ അളവ് കൂടാം. ഇപ്പൊ 200 യൂണിറ്റ് പറയുന്നത് 300 യൂണിറ്റ് ആകാം. ചിലപ്പോ ഇലക്ട്രിസിറ്റി ബോർഡ് വന്നാണ്ട് KCB വന്നാണ്ട് പറയണം, ഇനി മുതൽ നിങ്ങൾ 4 റുപ്യ തന്നാ പോരാ യൂണിറ്റിന്, ഇനി 10 റുപ്യ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരാം എന്തൂടെ. അപ്പോ അങ്ങനെയുള്ള വേരിയൻസുകളെ മനസ്സിലാക്കാനാണ് വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ്. മനസ്സിലായല്ലോ? അപ്പോ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ അകത്ത് 2 ആൾക്കാരാണുള്ളത്. ആരൊക്കെ? വേരിയബിൾ മാനുഫാക്ചറിംഗ് ഓവർഹെഡ് സ്പെൻഡിങ് വേരിയൻസും, അതേപോലെ വേരിയബിൾ മാനുഫാക്ചറിംഗ് ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസും. നമ്മുടെ ഈ കോസ്റ്റ് വേരിയൻസിനെ 2ആക്കി ഭാഗിച്ചാൽ സ്പെൻഡിങ് വേരിയൻസും എഫിഷ്യൻസി വേരിയൻസും കിട്ടും. നമ്മുടെ സ്പെൻഡിങ് വേരിയൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ റേറ്റ്. നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്തു, എത്രത്തോളം നമ്മുടെ പ്രൈസ് അല്ലെങ്കിൽ നമ്മുടെ റേറ്റ് എത്രയാണോ അതാണ് സ്പെൻഡിങ് വേരിയൻസ്. അപ്പോൾ റേറ്റിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അത് സ്പെൻഡിങ് വേരിയൻസ് ആയിരിക്കും. അതേപോലെ തന്നെ എഫിഷ്യൻസി വേരിയൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഹവേഴ്സ്. നമ്മൾ എത്ര മണിക്കൂർ ചെലവാക്കി, എത്ര യൂണിറ്റ് ചെലവാക്കി, അതാണ് എഫിഷ്യൻസി വേരിയൻസ്. മനസ്സിലായല്ലോ? അപ്പോ സ്വാഭാവികമായിട്ടും ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് കിട്ടണ്ടേ? അപ്പൊ നമുക്ക് ആദ്യം വേരിയബിൾ മാനുഫാക്ചറിംഗ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് നമ്മൾ നേരത്തെ ലേബറിൽ പഠിച്ച അതേപോലെ തന്നെ എന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ ചെറിയ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? ലേബർ കോസ്റ്റ് വേരിയൻസ് is equal to സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള മാറ്റം ഈ സ്റ്റാൻഡേർഡ് റേറ്റിലാണ് മാറ്റം. സ്റ്റാൻഡേർഡ് റേറ്റ് അത് വെറും സ്റ്റാൻഡേർഡ് റേറ്റ് അല്ല, അത് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ മെഷീൻ അല്ലെങ്കിൽ പെർ ലേബർ ഹവർ അങ്ങനെ തന്നെ തരും ക്വസ്റ്റ്യനില്. ഇവിടെ നമ്മൾ പെർ യൂണിറ്റ് കാണണം. ഒന്നെങ്കിൽ പെർ മെഷീൻ ആയിരിക്കും, അല്ലെങ്കിൽ പെർ ലേബർ ഹവർ ആയിരിക്കും. അതിക്ക് മാറ്റണം. അതേപോലെ തന്നെ ആക്ച്വൽ റേറ്റും അങ്ങനെ തന്നെയാണ്. ആക്ച്വൽ റേറ്റ് പെർ മെഷീൻ അല്ലെങ്കിൽ പെർ ലേബർ ഹവർ. നമുക്കറിയാം ഒരു കമ്പനിയിൽ ഒന്നെങ്കിൽ ടൈം ഒന്നെങ്കിൽ മെഷീൻ വെച്ചിട്ട് അല്ലെങ്കിൽ ലേബർ പണിയെടുക്കുന്ന ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഹവർ കാൽക്കുലേറ്റ് ചെയ്യണത്. അതാണ് പെർ മെഷീൻ ഹവർ അല്ലെങ്കിൽ പെർ ലേബർ ഹവർ വേണം നമ്മുടെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. മനസ്സിലായല്ലോ? കാരണം നമുക്കറിയാം ഒരു ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ അല്ല വരിക, മൊത്തത്തിലുള്ള ബില്ല് വരിക, 30,000 റുപ്യ ബില്ല്, അങ്ങനെ ബില്ല് വരിക. അപ്പൊ ആ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? പെറാക്കി മാറ്റണം. അതാണ് അവിടെ പറയുന്നത്. ബാക്കിയുള്ള കാര്യത്തിലൊന്നും വലിയ വ്യത്യാസമല്ല. അത് ഏത് രീതിയിൽ പെറാക്കണം എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയും. മെഷീൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണോ, ലേബർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യനിൽ പറയും. അപ്പൊ ഈ ഒരു സാധനം നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ? അപ്പൊ നമുക്കൊരു ഉദാഹരണം തന്നതാണ്, ബഡ്ജറ്റ് ചെയ്തതാണ്. ഔട്ട്പുട്ട് 20,000 യൂണിറ്റ്. എന്തോ ഒരു സാധനം, ഈ ഒരു സാധനം ആയിക്കോട്ടെ. ഇത് 20,000 യൂണിറ്റ് ഉണ്ടാക്കാന് നമുക്ക് ലേബർ ഹവർ വേണ്ടത് 5,000 മണിക്കൂറാണ്. 5,000 മണിക്കൂർ വെച്ചിട്ടാണ് ഈ സാധനം 20,000 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മെഷീൻ ഹവർ, ഇതിന്റെ മേലെ പണിയെടുക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അതിന് 16,000 മണിക്കൂർ സമയം വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വരുന്നത് $5,000 ആണ്. $5,000 ആണ് നമുക്ക് അവിടെ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വരിക. പക്ഷേ നമുക്കവിടെ ആക്ച്വലി നമ്മൾ അവിടെ ഉണ്ടാക്കിയത് 19,000 യൂണിറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. 20 പറഞ്ഞു കൊടുത്ത് 19 ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ ലേബർ ഹവർ 5,000 പറഞ്ഞു കൊടുത്ത് 4,500 എടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ 16,000 മെഷീൻ ഹവർ പറഞ്ഞു കൊടുത്ത് 16,700 മെഷീൻ ഹവർ നമ്മൾ എടുത്തിക്കണം. അത്രയും മണിക്കൂർ നമ്മൾ 700 മണിക്കൂർ എക്സ്ട്രാ എടുത്തിക്കണം. അതേപോലെ $5,000 പറഞ്ഞു കൊടുത്ത് നമുക്ക് 4,725 വന്നിട്ടുള്ളൂ. അപ്പോ ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഹവർ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ ഹവർ ഇൻറ്റു ആക്ച്വൽ റേറ്റ്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഹവർ ആണ്. നമ്മൾ അവിടെ കണ്ടുപിടിച്ച പോലെ തന്നെ ബഡ്ജറ്റഡ് ഹവർ
ബഡ്ജറ്റഡ് ഔട്ട്പുട്ട് ഇൻറ്റു ആക്ച്വൽ ഔട്ട്പുട്ട്. നമുക്കിവിടെ ബഡ്ജറ്റഡ് ഹവേഴ്സ് എത്രയാണ്? 16,000 മണിക്കൂറിനാണ് നമുക്ക് $5,000 വന്നത്. സ്റ്റാൻഡേർഡ് ഹവർ ആണല്ലേ. ഓക്കെ, 16,000 മണിക്കൂർ മെഷീന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കിയത് എത്ര ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ്? 20,000 ഔട്ട്പുട്ടിന് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം 20,000 ഉണ്ടാക്കാനാണ് നമ്മൾ 16,000 മണിക്കൂർ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഇത് ഒറ്റൊന്ന് ഉണ്ടാക്കാൻ എത്രയാണ്? അതാണ് സ്റ്റാൻഡേർഡ് ഹവർ എന്ന് പറയുന്നത്. അതാണ് 16,000 മണിക്കൂർ ഡിവൈഡഡ് ബൈ 20,000. അത് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടുമല്ലോ, ഒറ്റൊന്ന് ഉണ്ടാക്കാനുള്ള മണിക്കൂർ കിട്ടുമല്ലോ. ഇൻറ്റു എത്ര എണ്ണം നമ്മൾ ശരിക്കും ഉണ്ടാക്കിയത്? 19,000 അല്ലേ? ഇൻറ്റു 19,000, 15,200 മണിക്കൂറാണ് നമുക്ക് വേണ്ടത്. ആ സ്ഥാനത്ത് നമ്മൾ എടുത്തത് എത്രയാണ്? 16,700 മണിക്കൂറാണ്. വ്യത്യാസം മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് ഒറ്റടിക്ക് കാണാം. സ്റ്റാൻഡേർഡ് ഹവർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു, 15,200. ഇനി സ്റ്റാൻഡേർഡ് റേറ്റ് ഇവിടെ $5,000 ടോട്ടൽ കോസ്റ്റാ. ഒരു മണിക്കൂറിനുള്ള കോസ്റ്റ് കാണണ്ടേ? ഇവിടെ നമ്മൾ എടുക്കുന്നത് മെഷീൻ ഹവർ ആണ് കേട്ടോ, ലേബർ ഹവർ അല്ല. അപ്പൊ അവിടെ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെഷീൻ ഹവർ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 5,000 16,000 മണിക്കൂറിന് വന്നതാ. അപ്പൊ ഒരു മണിക്കൂറിന് എത്ര? അത് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അപ്പൊ 5,000 ബൈ 16,000, അപ്പൊ ഒരു മണിക്കൂറിനുള്ള കിട്ടുമല്ലോ. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം ഓക്കെ. ഇനി ആക്ച്വലി നമുക്ക് എത്ര ഹവർ എടുത്തു? 16,700. 16,700 ആക്ച്വൽ റേറ്റ് നമുക്ക് എത്ര വന്നു? 4,725. ഈ 4,725 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 16,700 മണിക്കൂറിന് എടുത്തതല്ലേ. അപ്പൊ ഒരു മണിക്കൂറിന് എത്ര? അതാണ് 4,725 ബൈ 16,700. ഒരു മണിക്കൂറിനുള്ള കിട്ടും. ഇങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ $25 എന്ന് കിട്ടും. അത് പ്ലസ് ആയതുകൊണ്ട് തന്നെ ഫേവറബിൾ ആണ്. അപ്പൊ നമ്മളെ കോസ്റ്റ് വേരിയൻസ് $25 നമുക്ക് ലാഭമാണ്. അത് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ സ്പെൻഡിങ് വേരിയൻസ്. സ്പെൻഡിങ് വേരിയൻസ് എന്താ? എത്രയാണ് നമ്മൾ ചെലവാക്കുന്നത്, സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തത് സ്റ്റാൻഡേർഡ് റേറ്റിന്ന് നമ്മൾ ആക്ച്വൽ ആയിട്ട് നമ്മൾ ചെലവാക്കിയ റേറ്റ് കുറച്ചിട്ട് നമ്മുടെ ആക്ച്വലി നമ്മുടെ എത്ര മണിക്കൂർ പണിയെടുത്തു, അതാണല്ലോ സ്പെൻഡിങ് വേരിയൻസ് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർ ആയിരിക്കണം, പെർ മെഷീൻ ഹവറോ അല്ലെങ്കിൽ പെർ ലേബർ ഹവറോ ആയിരിക്കണം. അതേപോലെ ആക്ച്വൽ ഹവർ പിന്നെ അതുപോലെ എടുക്കാം, അതിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോ ഇതേ ക്വസ്റ്റ്യൻ ഇട്ട് നോക്കി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ $5,000 ആണ്. 16,000 മണിക്കൂറാണ് എടുത്തത്. അപ്പോ 5,000നെ 16,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു മണിക്കൂറിന് എത്രയെന്ന് കിട്ടൂലേ. അതേപോലെ മൈനസ് ആക്ച്വൽ റേറ്റ് എത്ര? 4,725 ആണ്. അവിടെ നമുക്ക് 16,700 മണിക്കൂറാണ് എടുത്തത്. അതിനെ ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറുള്ള കിട്ടൂലേ. അത് രണ്ടും മൈനസ് ചെയ്ത് ഞങ്ങൾക്ക് ആ വാല്യൂ കിട്ടുമല്ലോ. ഇൻറ്റു നമുക്ക് ആക്ച്വൽ ഹവർ എത്ര എടുത്തു? 16,700. അതിന്റെ ഉത്തരാണ് എന്ത്? 493.75 ഫേവറബിൾ. ഓക്കെ അല്ലേ? ഇത് സ്പെൻഡിങ് വേരിയൻസ് ആണ്. ഇനി എഫിഷ്യൻസി വേരിയൻസ് ആണെങ്കിലോ? എഫിഷ്യൻസി വേരിയൻസ് എങ്ങനെ നമുക്ക് കാണാം? ഹവറിലുള്ള വ്യത്യാസമല്ലേ. അപ്പോ സ്റ്റാൻഡേർഡ് ഹവർ മൈനസ് ആക്ച്വൽ ഹവർ, അപ്പൊ ഹവറിലുള്ള വ്യത്യാസം കിട്ടി. അപ്പൊ എത്രയോ മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ട് എന്ന് മനസ്സിലായി. ഇത് വെച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? സ്റ്റാൻഡേർഡ് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. അപ്പോ ഇത് നമുക്കൊരു ഉദാഹരണം നോക്കാം. നമുക്ക് ഇവിടെ വന്ന സ്റ്റാൻഡേർഡ് ഹവർ എത്രയാണ്? സ്റ്റാൻഡേർഡ് ഹവർ കാണാൻ നമുക്കറിയാലോ. 16,000 മണിക്കൂറാണ് 20,000 പ്രൊഡക്ട്സിന് വേണ്ടി എടുത്തത്. അത് 19,000 പ്രൊഡക്ട്സിന് ആയിരുന്നെങ്കിലോ? അതാണല്ലോ സ്റ്റാൻഡേർഡ് ഹവർ എന്ന് പറയുന്നത്. അപ്പോ 16,000നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു പ്രൊഡക്റ്റിന് എത്രയെന്ന് കിട്ടും. അതിന് 19,000 പ്രൊഡക്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടെ സ്റ്റാൻഡേർഡ് ഹവർ കിട്ടൂലേ. നമുക്കിവിടെ ആക്ച്വൽ എത്ര ഹവർ ഉണ്ട്? നമുക്ക് 16,700. ആ 16,700 ഇത് കുറയ്ക്കുക. ഇൻറ്റു ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ $5,000 ആണ്. എത്ര മണിക്കൂറിന്? 16,000 മണിക്കൂർ. നമുക്ക് ഒരു മണിക്കൂറിനുള്ള കിട്ടണം. അപ്പോ 5,000 ബൈ 16,000 ഇസ് ഈക്വൽ ടു 468.75 അൺഫേവറബിൾ. കിട്ടിയല്ലോ. ഇനി നമ്മൾ പഠിച്ചു ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ സ്പെൻഡിങ് വേരിയൻസും അതേപോലെ തന്നെ എഫിഷ്യൻസി വേരിയൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസ് കിട്ടണം.
കിട്ടണ്ടേ? അപ്പൊ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഇപ്പൊ കണ്ടുപിടിച്ച വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച കോസ്റ്റ് വേരിയൻസ് എത്രയാണ്? $25 ആണ് കേട്ടോ. ആ $25 മനസ്സിൽ വെക്കണേ, കൂട്ടി വെക്കുക. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എഫിഷ്യൻസി വേരിയൻസ് ഈ എമൗണ്ട് ആണ്, സ്പെൻഡിങ് വേരിയൻസ് ഈ ഒരു എമൗണ്ട് ആണ്. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് നോക്കിയേ, $25 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ ഇതാണ് നമുക്ക് ഈ ഒരു വീഡിയോയില് പഠിക്കാനുണ്ടായിരുന്നത്. ചെറുതാണ്. ഇനിയിപ്പോ അടുത്തതും ഇതിനേക്കാളും ചെറുതാണ്. ഫിക്സഡ് ഓവർഹെഡിനെ കുറിച്ച് പഠിക്കാനാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.